ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കടിൽ ക്ലൗഡ്. കുറേ കാലത്തിന് ശേഷമാണ് ഒരു വ്ളോഗ് ടൈപ്പിലുള്ള ഒരു ലോങ് വീഡിയോ ഇടുന്നത്. ഇൻഫാക്ട് ഒരു ലോങ് വീഡിയോ ഇടുന്നത് തന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ്. ആൻഡ് ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഐ ആം സൂപ്പർ എക്സൈറ്റഡ്. എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ട്. അതെ, ഇന്ന് നമ്മൾ ഐക്കിയയിലോട്ട് പോവാണ്. പുതിയ ഫ്ലാറ്റിലോട്ട് കുറച്ച് ഫർണിച്ചേഴ്സും ഡെക്കോർസും അതൊക്കെ വാങ്ങാൻ. വലിയ കാര്യത്തിൽ ഇന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പോയി വന്നിട്ട് ഏകദേശം 2-3 മാസത്തോളം. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു. എഡിറ്റ് ചെയ്യാൻ കയറ്റി വെച്ചിട്ട് ഇപ്പോഴാണ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തത്. നമ്മൾ പോയത് ബാംഗ്ലൂരിലുള്ള ഐക്കിയയിലോട്ടാട്ടാ. ഞാൻ ആകെപ്പാടെ ഹൈദരാബാദിലുള്ള ഐക്കിയയിൽ മാത്രമേ പോയിട്ടുള്ളൂ. അതും പോയിട്ട് എത്ര വർഷമായി എന്നറിയോ? ഐക്കിയ പ്രൊഡക്ട്സിനോടുള്ള എന്റെ പ്രിയം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഐക്കിയയുടെ ബോർഡ് കണ്ടതിന്റെ സന്തോഷമാണ് ഇപ്പൊ കണ്ടത്. വാങ്ങാനുള്ള ഫർണിച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ലിസ്റ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടായിരുന്നു പോയത്. ബാക്കിയുള്ള ഡെക്കോർ ഐറ്റംസ് ഒന്നും എനിക്ക് ഒരു പിടുത്തമില്ല. പോകുന്നു, നോക്കുന്നു, ഇഷ്ടപ്പെടുന്നു, വില നോക്കുന്നു, എടുക്കുന്നു. അതായിരുന്നു നമ്മുടെ സ്കീം. ഐക്കിയയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് കഴിക്കുക, അത് നിർബന്ധ. എല്ലാ തവണയും ഐക്കിയയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മീറ്റ് ബോൾസ് കഴിക്കുന്നത് ഒരു സ്ഥിരം പരിപാടിയാണ്. ഞാനാണെങ്കിൽ അജിയുടെ അടുത്ത് പറഞ്ഞിങ്ങനെ ഹൈപ്പ് കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. കഷ്ടകാലത്തിന് അവിടെ നിന്ന് അത് കിട്ടിയില്ല. പിന്നെ ഉള്ള സാൻഡ്വിച്ചും പനീർ കറിയും ചോറും അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. എന്താണെന്നറിയില്ല, വീഡിയോയിലൊക്കെ കാണാനായിട്ട് എൻ്റെ മുഖം ഭയങ്കര തടിച്ചിട്ടാണ്. പക്ഷെ നേരിട്ട് കാണാൻ ഒരുമാതിരി മാങ്ങാണ്ടി ചപ്പി പോലെയാണ് എൻ്റെ ഫേസ് കട്ട്. അതൊക്കെ പോട്ടെ, നമുക്ക് ഷോപ്പിങ്ങിലോട്ട് കിടക്കാം. കേറിയ പാടെ ആദ്യം പോയി വായും പൊളിച്ച് നിന്നത് ഇത് കണ്ടിട്ടായിരുന്നു. എന്തോരം ട്രോളീസ് ആയിരുന്നു എന്നറിയോ. ഇതൊക്കെ ആക്ച്വലി ലൈവ് പ്ലാന്റ്സ് ആട്ടാ. ഞാൻ വിചാരിച്ചു ഫേക്ക് പ്ലാന്റ് ആയിരിക്കും, മറ്റേ പ്ലാസ്റ്റിക്കിന്റെ സാധനമായിരിക്കും. ആക്ച്വലി ഇത് മൊത്തം ലൈവ് പ്ലാന്റ്സ് ആയിരുന്നു. ആ ഒരു സെക്ഷനിൽ മൊത്തം ഗാർഡനിങ്ങിന് ആവശ്യമുള്ള ചട്ടികളും പൂക്കളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ദാ നമ്മുടെ പഞ്ചുകുട്ടനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പഞ്ചിനെയൊക്കെ എടുത്ത് കെട്ടിപ്പിടിച്ച് നിന്നെങ്കിൽ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഫർണിച്ചേഴ്സിനൊക്കെ ഓൾറെഡി ലിസ്റ്റ് ഇട്ട് വെച്ചോണ്ട് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലത് നോക്കി എടുക്കാന്നുള്ളൊരു സെറ്റപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഡെക്കോർസ്, എൻ്റെ പൊന്നെ, അയ്യോ എൻ്റെ ടി വി, അയ്യോ എൻ്റെ ഫ്രിഡ്ജ്, ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. ഞാനിപ്പോൾ പുതിയ ഫ്ലാറ്റിൽ വന്നതിന് ശേഷം കുറേ കിച്ചൺ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ കാണിക്കാറില്ല. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ 1-2 കമൻറ്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ടു എന്നുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തള്ള വൈബായി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കിച്ചൺ പ്രോഡക്ട്സിനോട് കമ്പം തോന്നുന്ന ആൾക്കാർ തള്ള വൈബ് എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ ഞാൻ പണ്ടേ ഒരു തള്ളയായിരുന്നു. എനിക്ക് കിച്ചൺ പ്രോഡക്ട്സിനോട് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു അട്രാക്ഷനാണ്. വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി പ്രത്യേകിച്ച് വാങ്ങിച്ച് വെക്കാനായിട്ട് ഇനി ഒന്നുമില്ല. എല്ലാ സാധനവും ഓൾറെഡി ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും എസ്തറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലതും വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് അടുത്ത ദിവസം അലമാരെ കൊണ്ടുപോകും. എനിക്ക് അടുക്കള എന്ന് പറയുമ്പോൾ കുറേ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. ആ എല്ലാ സങ്കല്പങ്ങളും ഇടാൻ പറ്റിയത് ഇപ്പം എൻ്റെ അടുക്കളയിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കുറേ കിച്ചൺ പ്രോഡക്ട്സ് വാങ്ങുന്നതും. പിന്നെ ഐക്കിയയിൽ എത്തിയപ്പോഴാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഈ ഒരു ഏരിയയിലായിരിക്കും. ശരിയാണ്ട ആണോ? ബൈ ദ ബൈ, ചില ആൾക്കാരുടെ സംശയമാണ് ലിവിങ് എലോൺ ആണോ ലിവിങ് ടുഗദർ ആണോ എന്നൊക്കെ. ആക്ച്വലി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ ഫ്ലാറ്റിലാണ് സ്റ്റേ ചെയ്യുന്നത്. അജി വേറൊരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് എൻ്റെ അപ്പാർട്ട്മെന്റിലോട്ടാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പ് ഞങ്ങളുടെ ഇടയിലുള്ളൊരു ഡെയിലി കോൺവെർസേഷൻ ടൈപ്പ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഓർമ്മയുള്ള കാലം മുതലേ ഇതേപോലെയാണ്. ഞാൻ ഭയങ്കര എന്താ പറയുക,
ഒരു വിംസിക്കൽ ലാൻഡിൽ ജീവിക്കുന്ന ഒരാളാട്ടോ. അതായത് എന്താ പറയുക, ഭയങ്കര മായാജാല ലോകത്ത് ജീവിക്കുന്ന പോലത്തെ ഒരു ടൈപ്പ്. ഞാനിങ്ങനെ ഒരു പകൽ സ്വപ്നം കണ്ടു നടക്കുന്ന പോലത്തെ ഒരു കുട്ടിയാണ്. പക്ഷെ അജി ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഭയങ്കര ലോജിക്കൽ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ്. നമ്മൾ വല്ല കാര്യം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അജി പറയും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. ഈ ഒരു ഉദാഹരണം ചില ആൾക്കാർക്ക് മാത്രമേ പിടികിട്ടിയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. പിടികിട്ടിക്കഴിഞ്ഞാൽ കമന്റ്. വീഡിയോന്റെ ലെങ്ത് എന്ന് പറയുന്നത് ആകെപ്പാടെ 10-11 മിനിറ്റ് ആണ്. പക്ഷെ ഇപ്പൊ തന്നെ 5 മിനിറ്റ് ആയി. 5 മിനിറ്റ് ആയിട്ടും ഞാൻ ഇപ്പോഴും സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നത് കിച്ചന്റെ ഏരിയയിൽ തന്നെയാണ്. കറന്റ് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്റ്റോർ എന്ന് പറയുന്നത് ബാംഗ്ലൂർ ഐക്യ ആട്ടാ. അപ്പൊ ഞാൻ ആദ്യം കയറി കഴിഞ്ഞപ്പോൾ കുറച്ച് സെക്ഷൻസ് മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ എന്റെ മനസ്സിൽ അയ്യേ ഇത്രയേ ഉള്ളൂ, ഹൈദരാബാദിൽ കുറച്ചുകൂടെ വലുതായിരുന്നല്ലോ, ഇത് വലുതാന്ന് പറഞ്ഞിട്ട് ഒന്നും ഇല്ലല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു കയറി. പക്ഷെ ഉള്ളിലോട്ട് ഇച്ചിരി നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമായി. കടൽ പോലെ ഇങ്ങനെ കിടക്കുക. ശരിക്കും പറഞ്ഞാൽ ചില മുക്കും മൂലയൊന്നും ഞാൻ ഇപ്പോഴും ഡിസ്കവർ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ നടക്കാൻ വയ്യ എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് ഇറങ്ങിയത്. എനിക്ക് ഇതുപോലത്തെ വുഡൻ യൂട്ടൻസിൽസ് ഒക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടാ. പക്ഷെ ഇവിടെയുള്ള സാധനത്തിന് എല്ലാത്തിനും ഒടുക്കത്തെ വില. അവിടെയുള്ള ക്രോക്കറി സെക്ഷനിൽ എനിക്ക് ഈ ഒരു ഓറഞ്ച് കളർ പ്ലേറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ ഒരു ടൈമിലായിരുന്നു നമ്മൾ അമ്മയുടെ കൂടെ പോയിട്ട് ഹോം സെന്ററിൽ നിന്ന് 4 പ്ലേറ്റ് വാങ്ങി. 4 ഉണ്ടല്ലോ ഇനി വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചതായിരുന്നു. പക്ഷെ ആക്ച്വലി എൻ്റെ കയ്യിലുള്ള 4 ഒരു പ്ലേറ്റ് പൊട്ടി. ഇപ്പം എൻ്റെ കയ്യിൽ 3 പ്ലേറ്റ് ആണുള്ളത്. അതായത് വീട്ടിൽ നിന്ന് ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാൾ കഴിച്ച് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് കഴിക്കാൻ പറ്റും. ഇപ്പോൾ തോന്നുന്നു ആ ഒരു പ്ലേറ്റ് വാങ്ങായിരുന്നു. പ്ലേറ്റോ വാങ്ങിയില്ല, ഒരു ട്രേ എങ്കിലും വാങ്ങാന്ന് പറഞ്ഞിട്ട് എടുക്കാൻ നിന്നതാട്ടാ. പക്ഷെ അതിനും ഒടുക്കത്തെ വില, ഏകദേശം 900 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു വില. ഞാൻ വല്ല റിപ്പോർട്ടർ ടി.വിയിൽ ചാനലിൽ പോയാലോ? ഹോം ഡെക്കോസിൻ്റെ സെക്ഷനൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് എന്താ തോന്നിയെന്നറിയോ, ഒരു പ്ലാനുമായിട്ട് പോകുമായിരുന്നു തോന്നി. അതായത് എന്തെങ്കിലും ഒരു എസ്തെറ്റിക് ഒക്കെ കണ്ടുപിടിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചിട്ട് പോകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതാകുമ്പോൾ നമുക്ക് ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അത് എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു ഐഡിയ കിട്ടുമായിരുന്നു. ആരെങ്കിലും ഐക്യയിൽ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇനി മുതൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പക്ഷേ ആക്ച്വലി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചതാണ് ഒരു പ്ലാനൊക്കെ ആയിട്ട് പോയാലോ എന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചു നമ്മളൊരു പ്ലാൻ ഇട്ടിട്ട് പോകുമ്പോൾ അതുപോലത്തെ സാധനങ്ങളൊക്കെ അവിടെ കിട്ടണ്ടേ. ഇനിയിപ്പോൾ അതല്ലാതെ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട അത് വാങ്ങാലോ, പ്ലാനൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോയത്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞായിരുന്നു. അല്ലെങ്കിൽ ചോറ് കുടിച്ചോല്ലേ? ഒന്നിനും പ്ലാൻ ഇല്ലായിരുന്നെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പെഗ് ബോർഡ് വാങ്ങണം. വീട്ടിലെ പെഗ് ബോർഡ് സംഭവം ഞാൻ വാൾസിൽ ഒട്ടിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ അത് പറിച്ചുകൊണ്ട് വരലും. അപ്പോൾ പിന്നെ ഐക്യയിൽ പോകുമ്പോൾ വാങ്ങാന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റ് പാർട്ടായിട്ട് തോന്നിയത് എന്താ, വാൾ മൗണ്ട് ചെയ്യാതെ നമ്മുടെ ടേബിളിൽ തന്നെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റാച്ചറും കൂടെ ഉണ്ടായിരുന്നു. ഈ പെഗ് ഒരുമിച്ചൊന്നും കിട്ടില്ല, എല്ലാം സെപ്പറേറ്റ് ആണ്. അതിനകത്ത് വെക്കാനുള്ള ഓർഗനൈസേഴ്സും ക്ലിപ്പും എല്ലാം സെപ്പറേറ്റ് ആണ്. അപ്പോൾ നമ്മൾ റെന്റിലായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ വാൾസിൽ തുറക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. ആ ഒരു ടൈമിലാണ് ലൈഫ് സേവർ ആയിട്ട് ഇങ്ങനൊരു സാധനം വന്നത്. അല്ല, ഇത് ഇത്രയേ ഉള്ളൂ. മറ്റേത് എനിക്ക് വലുത് വാങ്ങിക്കഴിഞ്ഞാൽ ഡെസ്ക് മൊത്തം ഫീൽ. എന്താ ഫോണിങ്ങനെ പണ്ടൊരിക്കൽ ഞാൻ ഇതേപോലത്തെ ഒരു ഗ്രീൻ വയർ ബാസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് മുതൽ എനിക്കൊരു പിങ്ക് കളർ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ആൻഡ് ഫൈനലി അത് ഞാൻ ഒപ്പിച്ചു. പിന്നെ അടുത്തതായിട്ട് പോയത് നമ്മൾ ഐക്യയുടെ ലൈറ്റ് സെക്ഷനിലോട്ടായിരുന്നു. ആൻഡ് ഈ ഹാർട്ടും പൂവൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പണ്ട് ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ട്. ഇത് ക്ലോസറ്റ് ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്, സംഭവം ഒരു പേപ്പർ ലാമ്പാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഭയങ്കര വിലയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും വഴിക്ക് DIY ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സാധനം DIY ചെയ്തെടുക്കാമെന്ന്.
ഒരു ട്രോളിയൊക്കെ ധാരാളം എന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് വന്നതായിരുന്നു. ഇപ്പൊ ഒരു ട്രോളിയും കഴിഞ്ഞ് രണ്ടാമത്തെ ട്രോളി എടുക്കേണ്ട അവസ്ഥ. ഐക്യയിൽ വരാൻ ഏറ്റവും കൂടുതൽ പ്രചോദനം കിട്ടിയത് എവിടെന്നാന്നറിയോ? ഈ 2 ഫ്ലവർ വേസ്. നമ്മുടെ ഡൈക്കറ്റ് സ്മാർട്ടിന്റെ മെഹനയില്ലേ, മെഹനയുടെ ഒരു സ്റ്റുഡിയോ മേക്ക് ഓവറിൽ ഐക്യന്ന് കുറേ പ്രോഡക്ട്സ് വാങ്ങിയിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മെഹന എനിക്ക് ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് അയച്ചു തരുമായിരുന്നു. അതിൽ എന്റെ കണ്ണ് ആദ്യമായിട്ട് പോയത് ഈ 2 ഫ്ലവർ വേസിലോട്ടായിരുന്നു. അത് കണ്ടപ്പോൾ മുതൽ എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ ഐക്യയിൽ പോയാൽ മതിയായിരുന്നു. ആ ചൂടോടുകൂടെയാണ് ഞാൻ ഐക്യയിലോട്ട് വന്നത്. പിന്നെ ഞാൻ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നതിൽ ഈ ഒരു ടോൾ ആയിട്ടുള്ള പ്ലാന്റും പിന്നെ ബാൽക്കണിയിൽ ഇടാനായിട്ട് 2 ചെയറും ടേബിളും വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചെയറും ടേബിളും നല്ല സാധനമൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല. മറ്റേ ടോൾ ആയിട്ടുള്ള പ്ലാന്റിനാണെങ്കിൽ 10,000 രൂപയൊക്കെ ആയിരുന്നു വില. അത്രയും വില കൊടുത്തിട്ടുള്ള ചെടി വാങ്ങാനൊന്നും നമ്മളെ കൊണ്ടാവും. പിന്നെ ഇതാട്ടോ ഐക്യയുടെ ഗോഡൗൺ. ഗോഡൗൺ എന്ന് പറഞ്ഞാൽ ബില്ലിംഗ് സെക്ഷൻ്റെ അവിടെയുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ എന്തെങ്കിലും ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ ബോക്സിലായിരിക്കും. ആ ബോക്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് തുണിക്കടയല്ല, ഐക്യയുടെ ഒരു ഡെമോ ക്ലോസറ്റ് ആണ്. ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ക്ലോസറ്റ് അല്ല, തുണികളൊക്കെ വെക്കുന്ന ക്ലോസറ്റ്. എടാ ഞങ്ങള് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫ്ലോർ ഉണ്ടല്ലോ, അതായത് ഡെമോ ബെഡ്റൂമും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഫ്ലോർ, ഇവിടെ ഒന്നും ഞങ്ങൾ പോയിട്ടേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞുകൊണ്ട് ബില്ലടിക്കാൻ വേണ്ടി പോയി ആ ഒരു ടൈമിൽ എന്തോ ഒരു സാധനം എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഫ്ലോർ തന്നെ കണ്ടത്. ആൻഡ് ഇവിടെ വന്നില്ലെങ്കിൽ നഷ്ടമായി പോയെന്നെ. ബൈ ദ വൈ ഈ ടേബിൾ ആട്ടോ ഞാൻ വാങ്ങിച്ചത്. പിന്നെ കുറെ പേര് ചോദിക്കാറുണ്ട് അജിയുടെ ചാനൽ ഏതാന്നൊക്കെ. അജിക്ക് ഒരു ഗെയിമിംഗ് ചാനൽ ഉണ്ട്, ബാഡ് വിസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു ഗെയിമിംഗ് റൂമിന്റെ സെറ്റപ്പും കൂടെ ഉണ്ടായിരുന്നു. പോയത് ഓടിച്ചാടി ചെയറിൽ. ദൈവം സഹായിച്ച് ഒരു നാൾ സ്വന്തമായ ഒരു വീടും ഇതേപോലത്തെ സെറ്റപ്പും ഒക്കെ ചെയ്യണമെന്ന് എന്താ പറയാ ഭയങ്കര ആഗ്രഹമുണ്ട്. വീടൊക്കെ പണിയുന്ന ആൾക്കാരാണെങ്കിൽ ഐക്യയിലൊക്കെ ഒരു തവണയെങ്കിലും വരണുണ്ടോ. നമുക്ക് നല്ല നല്ല ഇൻസ്പോസ് കിട്ടും നമ്മുടെ വീട് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പണിയണം എന്നുള്ള കാര്യം. അങ്ങനെ അവിടെയും ഓടിച്ചാടി നടന്ന് നമ്മളൊരു കോഫി ടേബിൾ വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല, ഇതൊന്നും ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. ഈ വീഡിയോ ഇട്ട് അടുത്തന്നെ ഞാൻ അൺബോക്സ് ചെയ്യാം. ഐക്യയിലോട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതിനകത്ത് നടന്ന നടപ്പ് നേരെ നടന്ന നമ്മൾ ചിലപ്പോൾ ഡൽഹി എത്തി. അങ്ങനെ 3ാമത്തെ ട്രോളിയും സത്യം പറയാലോ 2 മാസമായി. ഈ ഒരു പോയിന്റിൽ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പെട്ടി പൊട്ടിക്കുമ്പോൾ ഞാൻ തന്നെ സർപ്രൈസ് ആയിട്ടായിരിക്കും പൊട്ടിക്കുക. ബില്ല് കണ്ടപ്പോൾ നൈസായിട്ടൊന്ന് ചാരി നിന്ന് അഡ്ജസ്റ്റ് ചെയ്തു, ബോധം പോരുതല്ലോ. അങ്ങനെ രാവിലെ കയറിയ നമ്മൾ രാത്രി അങ്ങോട്ട് ഇറങ്ങി ഐക്യക്ക് ബായും പറഞ്ഞ് പോയി. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.